നമസ്തേ. ശ്രേഷ്ഠയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് രാജസ്ഥാനിലാണ്. രാജസ്ഥാനിൽ ഉദയ്പൂരിലുള്ള ശ്രീ ജഗദീഷ് ടെമ്പിളിലാണ് വന്നിരിക്കുന്നത്. ഈ ക്ഷേത്രം സ്ഥാപിച്ചത് മഹാറാണ ജഗത് സിംഗ് ആണ് 1651. ഈ ക്ഷേത്രം ഉദയ്പൂരിലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഉദയ്പൂരിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു പാലസ് ഉണ്ട്, അത് എല്ലാവർക്കും അറിയാം, സിറ്റി പാലസ്. സിറ്റി പാലസിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിന്റെ പ്രധാന പ്രതിഷ്ഠ മഹാവിഷ്ണു കൃഷ്ണനാണ്. അത് ഒറീസയിലെ ജഗന്നാഥപുരിയിലെ ജഗന്നാഥന്റെ അതേ പ്രതിഷ്ഠയാണ് ഇവിടെയും. കറുത്ത കരിങ്കല്ലിലാണ് ഈ പ്രതിഷ്ഠ സ്ഥാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കയറി വരുമ്പോൾ തന്നെ ആ സ്റ്റെപ്പിൽ രണ്ട് സൈഡിലുമായിട്ട് വലിയ ഒരു ആനയുടെ ഒരു സ്റ്റാച്ചു ഉണ്ട്. അതുപോലെ തന്നെ ഗരുഡന്റെ സ്റ്റാച്ചു ഉണ്ട്. ഗരുഡൻ മഹാവിഷ്ണുവിന്റെ വാഹനമാണല്ലോ, അപ്പം ഗരുഡന്റെ ഒരു സ്റ്റാച്ചു ഉണ്ട്. പിന്നെ ഇവിടുത്തെ പ്രധാന ഉപപ്രതിഷ്ഠകള് സൂര്യൻ ഒരു പ്രധാന ഉപപ്രതിഷ്ഠയാണ്, സൂര്യഭഗവാൻ. അതുപോലെ ശിവനും ശക്തിയും ഇവിടുത്തെ രണ്ട് ഉപപ്രതിഷ്ഠകളാണ്. നമ്മൾ പാണ്ഡ്യ, പല്ലവ, ചോള ആർക്കിടെക്ചർ ഒക്കെ കണ്ടിട്ടുണ്ട് പല തമിഴ്നാട് ക്ഷേത്രങ്ങളിലും അല്ലേ. ഇവിടുത്തെ ഒരു പ്രത്യേക രീതിയിലുള്ള ആർക്കിടെക്ചറാണ്, ഇതിനെ മാരു ഗുർജര ആർക്കിടെക്ചർ എന്ന് പറയും. ആ രീതിയിലാണ് ഈ മിക്കവാറും എല്ലാ നോർത്ത് ഇന്ത്യൻ ടെമ്പിൾസിന്റെയും ആർക്കിടെക്ചർ. എന്ത് ഡീറ്റെയിലിങ്ങോടുകൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് നോക്കൂ. ആ 16-ാം നൂറ്റാണ്ടില് ഇത് കംപ്ലീറ്റ് മാർബിൾ സ്റ്റോൺ ആണ് ഈ ക്ഷേത്രം കംപ്ലീറ്റ്. തമിഴ്നാട് ക്ഷേത്രങ്ങളൊക്കെ കരിങ്കല്ലിലല്ലേ നിർമ്മിച്ചിരിക്കുന്നത്, ഇത് മാർബിളിലാണ് കംപ്ലീറ്റ് ക്ഷേത്രവും നിർമ്മിച്ചിരിക്കുന്നത്. വളരെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള വർക്കാണ് ഇതെല്ലാം. നോക്കൂ. ശ്രീകൃഷ്ണ ഭക്തയായിരുന്ന മീരാബായിയുടെ ജന്മസ്ഥലമാണ് രാജസ്ഥാൻ. അതുകൊണ്ട് തന്നെ ഈ എപ്പിസോഡിൽ ഞങ്ങൾ മീരാബായിയുടെ ഒരു ഭജനാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മീരാ കേ പ്രഭു ഗിരിധർ നാഥർ, മീരാ കേ പ്രഭു ഗിരിധർ നാഥർ, ചരണ കമൽ ബലിഹാരി രെ ഓ, ചരണ കമൽ ബലിഹാരി രെ ഓ, ഗോവർധന गिरिधारी गिरिधारी तुम बिन मोरी कौन खबर ले, गोवर्धन गिरिधारी।
ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരു ചെറിയൊരു കുന്നിന്റെ പുറത്താണ്. 32 സ്റ്റെപ്സ് കയറണം ഈ ക്ഷേത്രത്തിലേക്ക് കയറണമെങ്കിൽ. അതുപോലെ ഇതിന്റെ ഗോപുരം 79 അടി പൊക്കമുള്ള ഗോപുരമാണ്. ൽ മഹാറാണ ജഗത് സിംഗ് ആണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചത്. ഒരുപാട് തവണ ഔറംഗസീബ് ഈ ക്ഷേത്രം ആക്രമിച്ചിട്ടുണ്ട്. ഈ ആക്രമണങ്ങളിൽ നിന്നെല്ലാം ഈ ക്ഷേത്രത്തിനെ ചെറുത്ത് നിന്ന് രക്ഷിച്ചത് നാരൂജി ബരാത്ത് എന്ന് പറഞ്ഞ വീരയോദ്ധാവായിരുന്നു. അദ്ദേഹം ഒരുപാട് തവണ ഈ ക്ഷേത്രത്തിന് വേണ്ടി യുദ്ധത്തിൽ പോരാടുകയും അവസാനം ഔറംഗസീബുമായിട്ടുള്ള യുദ്ധത്തിൽ മരണപ്പെടുകയും ചെയ്തു. നമ്മുടെ സൗത്ത് ഇന്ത്യൻ ക്ഷേത്രങ്ങളിലൊക്കെ കൊടിമരം ക്ഷേത്രത്തിന്റെ മുമ്പിലായിട്ട് താഴെയാണല്ലോ വെച്ചിരിക്കുക. ഇവിടെ നോക്കൂ, കൊടിമരം ഗോപുരത്തിന്റെ ഏറ്റവും മുകളിലാണ് വെച്ചിരിക്കുന്നത്. നോക്കി. മെയിൻ ഗോപുരത്തിന് മേളിൽ മാത്രമല്ല കേട്ടോ കൊടിമരം ഉള്ളത്. എല്ലാ ഉപക്ഷേത്രങ്ങളിലും മേളിലും ചെറിയ കൊടിമരങ്ങളുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൻ്റെ ഉള്ളിലാണ്. ഇവിടെയാണ് പ്രധാന പ്രതിഷ്ഠ. നേരെ എതിർവശത്തായി ഗരുഡൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട്. അത് ബ്രാസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന സ്റ്റാച്ചു ആണ്. നേരെ എതിർവശത്തായി ഒരു ചെറിയ മണ്ഡപത്തിനുള്ളിലാണ്. ക്ഷേത്രത്തിനുള്ളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതിനുള്ളിൽ കാണുന്ന പില്ലേഴ്സും എല്ലാം മാർബിൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓരോ പില്ലേഴ്സിലും മനോഹരമായ ചിത്രപ്പണികൾ കൊത്തിവെച്ചിട്ടുണ്ട്. ശ്രേഷ്ഠ അധ്യായത്തിലെ രണ്ടാമത്തെ നോർത്ത് ഇന്ത്യൻ ക്ഷേത്രമാണിത്. ആദ്യത്തെ ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, അയോധ്യ ശ്രീരാമക്ഷേത്രമായിരുന്നു. ഇനിയും ഇതുപോലെ മറ്റനേകം ക്ഷേത്രങ്ങൾ നമുക്ക് പരിചയപ്പെടാം. മറ്റൊരു ശ്രേഷ്ഠ അധ്യായത്തിൽ വീണ്ടും കാണാം. നമസ്തേ.